ഇപ്പോൾ അധികം ആഡംബരങ്ങളൊന്നുമില്ലാതെ വിഭവസമൃദ്ധമായ ഊണ് കണ്ടോ? പാത്രം കാലിയായത് കണ്ടോ? ഇന്ന് നമ്മൾ പഴുത്തമാങ്ങ വെച്ച് സമ്മന്തി അരയ്ക്കാൻ പോവാണേ. കണ്ടോ കാന്താരിക്ക് എന്തോ പേരെന്നൊന്നും എനിക്കറിയത്തില്ല. കാന്താരിയ നല്ല എരിയൊക്കെ ഉള്ളതാണ് കേട്ടോ. ഒരു ലേശം ഇഞ്ചി, ചുമന്നുള്ളി, ഉപ്പ്, പുളിയുള്ള പഴുത്തമാങ്ങ. പുളിയുള്ളത് വേണം, മധുരമുള്ളതായത്. കാരണം പുളിയും മധുരവും കൂടെ ചേരുമ്പോഴാണ് സമ്മന്തിക്ക് രുചി ഉണ്ടാകുന്നത്. പിന്നെ കുറച്ച് തേങ്ങ. ഇത്രയും വെച്ച് നമുക്കൊരു നല്ല അടിപൊളി ഒരു സമ്മന്തി ഉണ്ടാക്കാം. ഓക്കെ, കണ്ടോ? ഞാൻ മാങ്ങായും കാന്താരിയും ഉള്ളിയും ഇഞ്ചി എല്ലാം കൂടെ നല്ലതുപോലെ അരച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷമാണ് ഞാൻ തേങ്ങ അരയ്ക്കാൻ പോകുന്നത്. സമ്മന്തി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മധുരവും പുളിയും എരിയും ഉപ്പും എല്ലാം ചേർന്നാണ്. നമുക്ക് ചോറുണ്ണാം. ഇനി ഇച്ചിരി ചോറിനട്ടെ. എല്ലാവർക്കും ഊണ് കൊടുത്തു, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു. അപ്പം ഇനി ഞാൻ ഇച്ചിരി ചോറിനട്ടെ. ഞങ്ങൾ ചോറൊന്നും ഒത്തിരി വെക്കത്തില്ലേ, അന്നത്തേക്കിനുള്ള ചോറ് മാത്രമേ വെക്കൂ. ഇതേണ്ട സമ്മന്തി, ഇത് മാത്രം മതി ഈ ചൂട് ചോറിൻ്റെ കൂടെ ഉണ്ണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ കേട്ടോ. അപ്പം അത് ഇച്ചിരി ഏറെയുണ്ട്. പിന്നെ ഉണ്ടല്ലോ മെഴുക്ക് വരട്ടിയായിരുന്നു ലാസ്റ്റ്. പിന്നെ ബീൻസ് തോരൻ കണ്ടോ, അതും തീർന്നു. ഇനിമേ തീർത്തതാ, കാരണം ഇത് വെച്ചിരുന്നാൽ ഇനി ആരും കൂട്ടാനില്ലല്ലോ. കണ്ടോ സമ്മന്തി, മെഴുക്ക് പുരട്ടി, ബീൻസ് തോരൻ, ഇത്രയും കറി മതി. ഇത് കുശാലായ ഊണാണ്. അപ്പം എല്ലാവരും നോക്കിക്കേ, ഞാൻ ചോറുണ്ണാൻ പോവാണ്. നല്ല സമ്മന്തിയും കൂട്ടി ചൂട് ചോറ് ഉണ്ണാൻ പോവുകയാണ്. നിങ്ങളും വരുന്നെങ്കിൽ വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. പിന്നെ തേങ്ങായും ഇതുമൊക്കെ വെച്ച് നല്ല ചൂട് ചോറിനകത്ത് സമ്മന്തി ഇട്ട് കഴിക്കുമ്പോൾ എന്തോ ടേസ്റ്റാണെന്നറിയാമോ? ഒത്തിരി കറികളൊന്നും ഇല്ലാതെ, നമ്മൾ ഇറച്ചി മീനും ഒന്നും ഇല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ശരിയല്ലേ? നിങ്ങളും ഇതൊക്കെ നോക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ പുളിയുള്ള പഴുത്തമാങ്ങ വെച്ച് സമ്മന്തി അരയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ അധികം ആഡംബരങ്ങളൊന്നുമില്ലാതെ വിഭവസമൃദ്ധമായ ഊണ് കണ്ടോ? പാത്രം കാലിയായത് കണ്ടോ? അതേസമയം നമ്മൾ ഇറച്ചി മീനും ഒക്കെ ആയിരുന്നെങ്കിൽ അത്ര ഇങ്ങോട്ട് ടേസ്റ്റ് വരത്തില്ല. ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. മീൻസ് ഇത് ഒന്നുമില്ല, വല്ലപ്പോഴും ചൂട് ചോറും ഇങ്ങനെ കാന്താരിയൊക്കെ വെച്ച് അരച്ച സമ്മന്തി, തോരനെ, മെഴുക്ക് വരട്ടി, ഇതൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതല്ലേ? ഇപ്പോൾ കണ്ടേ നല്ല സുഭിക്ഷമായിട്ട് നിറഞ്ഞിട്ടുണ്ട്. എന്നും കഴിക്കുന്നതിന് രുചിയായിട്ട് കഴിക്കാൻ പറ്റി. പിന്നെ ഞാൻ ഇതെല്ലാം കഴുകി എല്ലാം വൃത്തിയാക്കി. അപ്പോൾ ചെറുതാണെങ്കിലും ഒരു വീഡിയോ നിങ്ങളുടെ മുൻപിൽ എത്തിക്കാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട്. സമ്മന്തിയൊക്കെ എല്ലാവരും അരയ്ക്കുമെങ്കിലും ഇതുപോലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സമ്മന്തി നിങ്ങളും ഒന്ന് അരച്ച് നോക്കുക. എന്നിട്ട് കൂട്ടിയിട്ട് അഭിപ്രായം പറയാൻ മടിക്കരുത്. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോഴായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം.